ക്യാഷ് ബുക്കിലേക്ക് പോസ്റ്റ് ചെയ്യാം എന്നാണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്യാഷ് ബുക്കിന്റെ പ്രിപ്പറേഷൻ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ട്, ക്ലാസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ ക്ലാസ് കണ്ടതിന് ശേഷം മാത്രം വരിക. അതിന്റെ കണ്ടിന്യൂഷൻ വീഡിയോ ആണ്. എന്താണ് ക്യാഷ് ബുക്ക് എന്ന് പറയുന്ന സംവിധാനം, അതിന്റെ പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണ്, എവിടെയൊക്കെയാണ് ഐറ്റംസ് വരിക എന്ന് നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് തൊട്ട് താഴെ വീഡിയോ ഉണ്ട്. അത് കണ്ടതിന് ശേഷം മാത്രം വരിക. അപ്പോ കോൺട്രാ എൻട്രീസ് ക്യാഷ് ബുക്കിന്റെ പ്രിപ്പറേഷന്റെ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം തോന്നിക്കുന്ന ഒരു ഏരിയയാണ് കോൺട്രാ എൻട്രീസിനെ ക്യാഷ് ബുക്കിലേക്ക് പ്രിപ്പയർ ചെയ്യാൻ, ക്യാഷ് ബുക്കിലേക്ക് എൻട്രി ചെയ്യാൻ. കാരണം ക്യാഷ് ബുക്ക് പറയല് വളരെ എളുപ്പമുള്ള ഒരു സാധനമാണ്. പക്ഷെ കോൺട്രാ എൻട്രീസിനെ പോസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടേക്കാം. കാരണം നമുക്കറിയാം കോൺട്രാ എൻട്രീസിന്റെ പ്രത്യേകത തന്നെ അതിൽ ക്യാഷും ബാങ്കും ഉണ്ടെന്നുള്ളതാണ്. ഓക്കെ, കോൺട്രാ എൻട്രീസിന്റെ പ്രത്യേകത തന്നെ അതിലെ ഒരു എലമെന്റ് ക്യാഷ്, ഒരു അക്കൗണ്ട് ക്യാഷും അടുത്ത അക്കൗണ്ട് ബാങ്കുമാണ്. നമ്മുടെ ക്യാഷ് ബുക്കിന്റെ പ്രത്യേകത, ഡബിൾ കോളം ക്യാഷ് ബുക്കിന്റെ പ്രത്യേകത ഇത് ഒരേ സമയം ക്യാഷും ബാങ്കും ക്യാരി ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസാക്ഷൻ കോൺട്രയുടെ രണ്ട് സൈഡുകളും രേഖപ്പെടുത്തി വെക്കേണ്ടത് ഇതേ അക്കൗണ്ടിൽ തന്നെയാണ്. ക്യാഷ് രേഖപ്പെടുത്തേണ്ടത് ഇവിടെയാണ്, ബാങ്ക് രേഖപ്പെടുത്തേണ്ടത് ഇവിടെയാണ്. അപ്പൊ കോൺട്രാ എൻട്രി പോസ്റ്റ് ചെയ്യുമ്പോൾ ഇത് ക്യാഷ് ബുക്കിന്റെ രണ്ട് സൈഡിലും എൻട്രി വരും ഒരേ സമയം. ക്യാഷ് ബുക്കിന്റെ പേയ്മെന്റ് സൈഡിലും ക്യാഷ് ബുക്കിന്റെ റെസീപ്റ്റ് സൈഡിലും നമുക്ക് എൻട്രി വരും. ഇത് നമുക്ക് തെറ്റിപ്പോവാറുണ്ട്. ക്യാഷ് ബുക്കിലേക്ക് കോൺട്രാ പോസ്റ്റ് ചെയ്യും. ഓക്കെ, സാധാരണ ഒന്നും അങ്ങനെയല്ല. ഇപ്പോ വേജസ് കൊടുക്കുന്നു, ഇത് പേയ്മെന്റ് ആണ്, പേയ്മെന്റ് സൈഡിൽ മാത്രം രേഖപ്പെടുത്തുന്നു, നമ്മൾ പോകും. പക്ഷെ ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക് ക്യാഷിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പേയ്മെന്റും, ബാങ്കിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ റെസീപ്റ്റുമാണ്. ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക്, ബാങ്കിലേക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നു എന്ന് നിങ്ങൾ വിചാരിക്കാം. കയ്യിലുള്ള പൈസ ബാങ്കിലേക്ക് പോവുകയാണ്. അപ്പൊ ക്യാഷിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ അത് പേയ്മെന്റ് ആണ്, ബാങ്കിലേക്ക് പോയതാണ്. പക്ഷെ ബാങ്കിലെ പൈസയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചാൽ അത് റെസീപ്റ്റ് ആണ്, ബാങ്കിലേക്ക് പൈസ വന്നതാണ്. ഇവിടെ ബാങ്കിലുള്ള പൈസയെ കുറിച്ചും നമ്മൾ എഴുതുന്നു, ഒരേ അക്കൗണ്ടിൽ തന്നെ, ഒരേ ബുക്കിൽ തന്നെ കയ്യിലുള്ള ക്യാഷിനെ കുറിച്ചും എഴുതുന്നു. അപ്പോ ഇത് പൈസ വന്നു എന്ന കാര്യം രേഖപ്പെടുത്തുന്നതും ഡബിൾ കോളം ക്യാഷ് ബുക്കിലാണ്, പൈസ പോയി എന്ന കാര്യം രേഖപ്പെടുത്തുന്നതും ഡബിൾ കോളം ക്യാഷ് ബുക്കിലാണ്. ഓക്കെ, ഒന്നുകൂടി ഞാൻ പറയാം. ബാങ്കിലേക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലെ പൈസ പോയി എന്ന് രേഖപ്പെടുത്തുന്നത് ഇവിടുത്തെ പേയ്മെന്റ് സൈഡിലാണ്. ബാങ്കിലേക്ക് പൈസ വന്നു എന്ന് രേഖപ്പെടുത്തുന്നത് ഇവിടുത്തെ റെസീപ്റ്റ് സൈഡിലുമാണ്. ഓക്കെ, രണ്ട് സൈഡിലും ഇത് രേഖപ്പെടുത്തേണ്ടി വരും. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ തെറ്റുകൂടാതെ ഇത് രേഖപ്പെടുത്തുന്നത് എന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നോക്കാം. ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഈ വീഡിയോയുടെ ആദ്യത്തെ ഭാഗത്തില് നമ്മൾ ഇതെങ്ങനെയാണ് ഇത് നോർമൽ വേയിൽ. ഓക്കെ, നോക്കുക. നമ്മുടെ കോൺട്രാ എൻട്രീസ്. ഓക്കെ, നമ്മൾ കോൺട്രാ എൻട്രീസ് ഇതൊക്കെയാണ്. ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക്, രണ്ടാമത്തെ കോൺട്രാ എൻട്രി വിഡ്രോ ഫ്രം ബാങ്ക്. ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക്, വിഡ്രോ ഫ്രം ബാങ്ക്. ബാങ്കിലേക്ക് നമ്മുടെ കയ്യിലുള്ള പൈസയെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ഒരു ജേണൽ എൻട്രി. നമുക്ക് ആവശ്യം വരുമ്പോൾ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്ത പൈസ ക്യാഷ് ആയിട്ട് നമ്മളിലേക്ക് തിരിച്ചെടുക്കുന്ന ജേണൽ എൻട്രി. ഓക്കെ, ഒരു എലമെന്റ് ക്യാഷും, ഒരു അക്കൗണ്ട് ഇൻവോൾവ് ക്യാഷും അടുത്തത് ബാങ്കുമാണ്. രണ്ടാമത്തേത് ഒന്ന് ക്യാഷും ഒന്ന് ബാങ്കുമാണ്. നമ്മുടെ ഈ അക്കൗണ്ട് ഒരേ സമയം ക്യാഷും ബാങ്കും ഡീൽ ചെയ്യുന്ന അക്കൗണ്ടാണ്. ഓക്കെ, എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത് നോക്കാം. നമുക്ക് ഡെപ്പോസിറ്റ് ഇൻ ബാങ്കിനെ കുറിച്ച് ചിന്തിക്കാം. ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക് എന്ന് പറയുന്ന ജേണൽ എൻട്രി ക്യാഷിനെ കുറിച്ച് ചിന്തിക്കാം. നമുക്ക് ഡെപ്പോസിറ്റ് ഇൻ ബാങ്കിലെ ക്യാഷിനെ കുറിച്ച് ചിന്തിക്കാം. ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക് എന്ന് പറയുമ്പോൾ ക്യാഷ് വരികയാണോ പോവുകയാണോ ചെയ്യുന്നത്? സ്വാഭാവികമായിട്ട് നമുക്കറിയാം, ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക് എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ക്യാഷ് ബാങ്കിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോ അത് എഴുതേണ്ടത് ഇവിടെയാണ്. നമ്മുടെ കയ്യിലുള്ള പൈസ ഇങ്ങോട്ട് പോയി, ബാങ്കിലേക്ക് പോയി. നമ്മുടെ കയ്യിലുള്ള പൈസ ബാങ്കിലേക്ക് പോയി. ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക് 1000 ആണ് വിചാരിക്കുക കേട്ടോ. ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക്, നമ്മുടെ കയ്യിലുള്ള പൈസ ബാങ്കിലേക്ക് പോയി 1000 രൂപ. ഓക്കെ, ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക്, നമ്മുടെ കയ്യിലുള്ള പൈസ അങ്ങോട്ട് പോയി, ബാങ്കിലേക്ക് പോയി. പേയ്മെന്റ് ആണ്, ബാങ്കിലേക്കാണ് പൈസ പോയത്, ഇവിടെ. ഓക്കെ, ഇത് ബാങ്കിനെ കുറിച്ച് ചിന്തിക്കുക. ഇതേ ട്രാൻസാക്ഷനിൽ തന്നെ ബാങ്കിനെ കുറിച്ച് ചിന്തിക്കുക. ബാങ്കിൽ പൈസ വന്നതാണ്, ബാങ്കിലേക്ക് പൈസ വന്നതാണ്. എവിടുന്നാണ് വന്നത്? ക്യാഷ് ആയിട്ട് പൈസ വന്നു, ബാങ്കിലേക്ക് പൈസ വന്നു. കണ്ടോ, ഇവിടെയും എഴുതി. കോൺട്രയാണെന്ന് മനസ്സിലാവാൻ വേണ്ടിട്ട് ഇത് ഇങ്ങനെ എഴുതിച്ചു. ഓക്കെ, ഇങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. ഇത് ഒരേ സമയം നമ്മുടെ രണ്ട് സൈഡിലും കൊണ്ട് ക്യാഷിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നമുക്കിത് പേയ്മെന്റ് ആണെന്ന് മനസ്സിലായി, ക്യാഷിന്റെ പേയ്മെന്റ് എഴുതി. ബാങ്കിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ബാങ്കിലേക്ക് പണം വന്നതാണെന്ന് മനസ്സിലായി, ബാങ്കിന്റെ എന്തും എഴുതി, റെസീപ്റ്റും എഴുതി. ഓക്കെ, ബാങ്കിന്റെ റെസീപ്റ്റും നമ്മൾ എഴുതി.
അപ്പൊ ഒരേ സമയത്ത് പേയ്മെന്റുമാണ് റെസീറ്റുമാണ്. രണ്ട് സൈഡിലും എഴുതേണ്ടി വരും. ഇതിങ്ങനെ രണ്ട് സൈഡിലും എഴുതേണ്ടി വരും. ഓക്കെ. ഇനി വിഡ്രോ ഫ്രം ബാങ്കിനെ കുറിച്ച് നോക്കുക. വിഡ്രോ രണ്ട് കോൺട്രേ ഉള്ളൂ. വിഡ്രോ ഫ്രം ബാങ്ക്, ഡെപ്പോസിറ്റ് ആൻഡ് ബാങ്ക് രണ്ട് കോൺട്രേ ഉള്ളൂ. വിഡ്രോ ഫ്രം ബാങ്ക് 2000 ആണെന്ന് നോക്കുക. വിഡ്രോ ഫ്രം ബാങ്ക് 2000 ആണെന്ന് നോക്കുക. വിഡ്രോ ഫ്രം ബാങ്ക്. ഓക്കെ. വിഡ്രോ ഫ്രം ബാങ്കിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, വിഡ്രോ ഫ്രം ബാങ്കിലെ ക്യാഷിനെ കുറിച്ച് ചിന്തിക്കുക. ബാങ്കിൽ നിന്ന് പണം എടുത്താൽ ക്യാഷിന് എന്ത് സംഭവിക്കും? ക്യാഷിന് വരവാണ് ഉണ്ടാവുക. ക്യാഷിന് വരവാണ് ഉണ്ടാവുക. ക്യാഷ് വരികയാണ് ചെയ്യുക. ഓക്കെ. അപ്പൊ നമ്മള് ബാങ്കിൽ നിന്ന് പണം വന്നു. എവിടുന്ന പൈസ വന്നത്? ബാങ്കിൽ നിന്ന് പണം വന്നു. ബാങ്കിൽ നിന്ന് പണം വന്നു. ക്യാഷ് വന്നു 2000. അപ്പൊ ക്യാഷിന് വരവാണ് 2000. ഓക്കെ. ഇതേ സമയം ബാങ്കിനെ കുറിച്ച് ചിന്തിക്കുക. ബാങ്കിലെ പൈസ പോവുകയാണ് ചെയ്തത്. ബാങ്കിലെ പൈസ എന്ത് ചെയ്തു? പോവുകയാണ് ചെയ്തത്. എന്തായിട്ട് പോയി? ക്യാഷിലേക്ക് പോയി. ബാങ്കിലെ പൈസ എങ്ങോട്ട് പോയി? ക്യാഷിലേക്ക് പോയി. ക്യാഷ്. ഓക്കെ. ബാങ്കിലെ പൈസ ക്യാഷിലേക്ക് പോയി 2000. ഓക്കെ. ഇത് കോൺട്ര ആണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? കോൺട്ര എന്ന് രേഖപ്പെടുത്തി വെച്ചു. ഓക്കെ. അപ്പൊ ഇങ്ങനെയാണ് കോൺട്ര എൻട്രീസ് പോസ്റ്റ് ചെയ്യുന്നത്. ഇത് ഒരേ സമയം ഇതിന്റെ ജനറൽ ഇതാണെന്ന് ക്യാഷ് അക്കൗണ്ട് ടു ബാങ്ക്, ഒന്ന് ബാങ്ക് അക്കൗണ്ട് ടു ക്യാഷ്. ഓക്കെ. ഇത് പൈസ വിഡ്രോ ചെയ്തതാണ്. ഇത് പൈസ ഡെപ്പോസിറ്റ് ചെയ്തതാണ്. ഒന്ന് എലമെന്റ് ക്യാഷും ഒരു എലമെന്റ് ബാങ്കുമാണ്. ഇത് ഒരേ സമയം ക്യാഷ് അക്കൗണ്ടും ബാങ്ക് അക്കൗണ്ടും ഒന്നിച്ച് ക്ലബ് ചെയ്തതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഒന്നിച്ച് ക്ലബ് ചെയ്തതാണ്. അപ്പൊ അതിന്റെ രണ്ട് സൈഡിലും ഇത് വരും. രണ്ട് സൈഡിലും ഇത് വരും. അപ്പൊ നിങ്ങൾ ക്യാഷിനെ കുറിച്ച് ചിന്തിക്കുക. ക്യാഷ് വന്നതാണോ പോയതാണോ എന്ന് നോക്കി ആദ്യം പോസ്റ്റ് ചെയ്യാം. അതിനുശേഷം ബാങ്കിനെ കുറിച്ച് ചിന്തിക്കുക. ബാങ്ക് വന്നതാണോ ബാങ്ക് പോയതാണോ എന്ന് നോക്കിയിട്ട് രണ്ടാമത് പോസ്റ്റ് ചെയ്യാം. ഇങ്ങനെയാണ് ഇതിന്റെ പോസ്റ്റിംഗ്. കോൺട്ര ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കോൺട്ര എന്ന് എഴുതി വെക്കാം. കോൺട്ര ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് കോൺട്ര എന്ന് നമുക്ക് എഴുതി വെക്കാം. ഓക്കെ. ഇനി വേറെ ഒരു അക്കൗണ്ട് ഉണ്ട്. ഇത് റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ കാണാം. ഇനി വേറെ ഒരു പ്രോബ്ലം ഉണ്ട്. ചെക്ക് റിസീവ്ഡ് ചെയ്യുന്ന ജേർണൽ എൻട്രീസ്. ചെക്ക് റിസീവ് ചെയ്യുന്ന ജേർണൽ എൻട്രീസ്. ഇപ്പൊ തോമസ് നമുക്ക് ചെക്ക് തന്നു. ഓക്കെ. തോമസ് നമുക്ക് ചെക്ക് തന്നു എന്ന് പറയുന്ന ജേർണൽ. ഓക്കെ. ചെക്ക് റിസീവ്ഡ് ഫ്രം തോമസ്. ഈ ചെക്ക് റിസീവ്ഡ് ഫ്രം തോമസ് 3000 എന്ന് പറയുന്നത് നമുക്കറിയാം. ചെക്ക് റിസീവ്ഡ് ആണ്. തോമസ് ആണ് തന്നത്. നമുക്കറിയാം ഇവിടെയാണ് തോമസ് 3000 ചെക്കാണ്. ഇനി ചെക്ക് റിസീവ്ഡ് ഫ്രം തോമസ് ഡിസോണേഡ് എന്ന് പറഞ്ഞു വിചാരിക്കുക. ചെക്ക് റിസീവ്ഡ് ഫ്രം തോമസ് ഡിസോണേഡ് എന്ന് പറഞ്ഞാൽ തോമസിൽ നിന്ന് കിട്ടിയ ചെക്ക് ഡിസോണർ ആയി എന്ന് പറയുന്നുണ്ടെന്ന് വിചാരിക്കുക. തോമസിൽ നിന്ന് കിട്ടിയ ചെക്ക് ഡിസോണർ ആയി എന്ന് പറയുന്നുണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ. തോമസിൽ നിന്ന് കിട്ടിയ ചെക്ക് ഡിസോണർ ആയി എന്ന് പറയുമ്പോൾ ഇതിനെ നേരെ എടുത്ത് ഇപ്പുറത്തേക്ക് എഴുതുകയാണ് ചെയ്യുക. ഈ തോമസിനെ എടുത്ത് 3000. ഓക്കെ. ഇങ്ങനെയാണ്. ഇപ്പൊ ഡിസോണർ ആവുക എന്ന് പറഞ്ഞാല് ഇതിനെ ക്യാൻസൽ ചെയ്യാണ് നമുക്ക് വേണ്ടത്. ഇതിനെ ഇല്ലാതെയാക്കാണ് വേണ്ടത്. ആ ചെക്ക് തെറ്റാണ്. ചെക്ക് കള്ളച്ചെക്കാണ്. ഓക്കെ. അപ്പൊ ചെക്കിന്റെ ഈ എഫക്ട് ഇല്ലാതെയാക്കാൻ വേണ്ടി തോമസിന് അതുപോലെ എടുത്ത് നമ്മൾ ഇവിടേക്ക് എഴുതും. രണ്ട് എമൗണ്ട് ഒരേപോലെ വരുമ്പോൾ നമുക്കറിയാം അതിന്റെ എഫക്ട് ബാലൻസ് ചെയ്യുമ്പോൾ 0 ആയിട്ടാണ് വരിക. ഓക്കെ. ചെക്ക് ഡിസോണർ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരിക. ഓക്കെ. ഇത് വേറൊരു നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന സാധനം. ഇനി നമുക്ക് കോൺട്ര എൻട്രിയിലേക്ക് തന്നെ തിരിച്ചു വരാം. കോൺട്ര എൻട്രിയിലേക്ക് തന്നെ തിരിച്ചു വരാം. കോൺട്ര എൻട്രി പോസ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിച്ചു. കോൺട്ര എൻട്രി കൂടി പോസ്റ്റ് ചെയ്യാണ്. ഓപ്പൺ ബാങ്ക് അക്കൗണ്ട്. ഓപ്പൺ ബാങ്ക് അക്കൗണ്ട് 7000. ഓപ്പൺ ബാങ്ക് അക്കൗണ്ട് 7000 എന്ന് പറയുന്നത് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ കോൺട്രയാണ്. കാരണം ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടാണല്ലോ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത് പറയുന്നത് കോൺട്രയാണ്. ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക് എന്ന് പറയുന്ന പേരാണ് ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു എന്ന് പറയുന്നത്. ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക്. ഇപ്പൊ ഡെപ്പോസിറ്റ് ഇൻ ബാങ്കിനെ നമുക്ക് പോസ്റ്റ് ചെയ്യാൻ നോക്കാം. ഇത് പോസ്റ്റ് ചെയ്യാൻ നോക്കുമ്പോൾ ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക് നമ്മൾ പോസ്റ്റ് ചെയ്യാണ്. ക്യാഷ് പോവുകയാണ് ചെയ്തത്. ബാങ്കിലേക്ക് പോവുകയാണ് ചെയ്തത്. ക്യാഷ് പോയി. ഇങ്ങോട്ട് പോയി. പേയ്മെന്റ് സൈഡില് ബാങ്കിലേക്ക് പോയി അല്ലെ. ക്യാഷ് പോയി. ഇനി ബാങ്കിലോ? ബാങ്കിൽ പൈസ വരികയാണ് ചെയ്തത്. ക്യാഷ് വരികയാണ് ബാങ്കിൽ ചെയ്തത്. റെസീപ്റ്റ് സൈഡില് ക്യാഷ്. റെസീപ്റ്റ് സൈഡില്
ക്യാഷ് ബാങ്കിലാണ് 7000. കോൺട്രയാണ് എന്ന് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക്. ഓക്കെ, ഓപ്പൺ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക് ആണ്. പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്ന് പറയുന്നത് പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? കോൺട്രയാണ്. പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക് തന്നെയാണ്. ഇതുപോലെയാണ് പോസ്റ്റിംഗ്. പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്ന് പറയുന്നതും ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക് എന്ന് പറയുന്നതും സെയിം ആണ്. ഇതുപോലെ തന്നെയാണ് പോസ്റ്റിംഗ്. ഓക്കെ, പെയ്ഡ് ഇൻ ടു ബാങ്ക് എന്ന് പറയുന്നതും ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക് എന്ന് പറയുന്നതും ഇതുപോലെ തന്നെയാണ് പോസ്റ്റിംഗ്. ഓക്കെ, സംശയമൊന്നുമില്ല. ഇതുപോലെ തന്നെയാണ് പോസ്റ്റിംഗ്. ഇത് തന്നെയാണ്. ഓക്കെ, ഇനി വിഡ്രോ ഫ്രം ബാങ്ക്. വിഡ്രോ ഫ്രം ബാങ്ക് 5000. വിഡ്രോ ഫ്രം ബാങ്ക്. വിഡ്രോ ഫ്രം ബാങ്ക് എന്ന് പറഞ്ഞാൽ ബാങ്കിൽ നിന്ന് പൈസ പിൻവലിച്ചു. ക്യാഷ് വന്നു. എവിടുന്ന് വന്നു? ബാങ്കിൽ നിന്ന് വന്നു. റെസീപ്റ്റിന്റെ സൈഡിൽ ക്യാഷ് വന്നു. അല്ല, റെസീപ്റ്റിന്റെ സൈഡിൽ ക്യാഷ് വന്നു. എവിടുന്ന് വന്നു? ബാങ്കിൽ നിന്ന് ക്യാഷ് വന്നു. ക്യാഷ് കോളത്തിൽ എഴുതി. ഓക്കെ, ക്യാഷ് കോളത്തിൽ എഴുതി. ഓക്കെ, ബാങ്കിനെ സംബന്ധിച്ച് പൈസ പോയതാണ്. ഇങ്ങോട്ട് ക്യാഷ് ആയിട്ട് പുറത്തേക്ക് പോയി. കണ്ടോ? ക്യാഷ് ആയിട്ട് പുറത്തേക്ക് പോയി. കോൺട്ര. ഇങ്ങനെയാണ് പോസ്റ്റ്. ഓക്കെ, ഇനി വിഡ്രോ ഫ്രം ബാങ്ക്. വിഡ്രോ ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ് 3000. വിഡ്രോ ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ് 3000. വിഡ്രോ ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ് 3000. ഇത് കോൺട്ര അല്ല. ഇത് കോൺട്ര അല്ല. വിഡ്രോ ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ് കോൺട്ര അല്ല, ഡ്രോയിങ്സ് ആണ്. ഓക്കെ, ഡ്രോയിങ്സ് ആണ്. ഒരു സൈഡിൽ മാത്രമേ ഉള്ളൂ. ഇത് പൈസ നമ്മുടെ ആവശ്യത്തിനെടുത്തല്ല, ഓണറുടെ ആവശ്യത്തിനെടുത്തിട്ട് കൊണ്ടുപോയതാണ്. വിഡ്രോ ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ്. ഓക്കെ, പേഴ്സണൽ യൂസ്. ഇത് കോൺട്രയാണ്. ബാങ്കിൽ എഴുതാൻ 3000. ഇത് കോൺട്രയാണെന്ന് തെറ്റിദ്ധരിച്ചു പോരുത്. കോൺട്രയല്ല, കോൺട്രയാണെന്ന് തെറ്റിദ്ധരിച്ചു പോരുത്. ഇത് ഡ്രോയിങ്സ് ആണ്. വിഡ്രോ ഫ്രം ബാങ്ക് ഫോർ പേഴ്സണൽ യൂസ് കോൺട്ര എൻട്രി അല്ല, ഇറ്റ്സ് ഡ്രോയിങ്സ്. ഇത് ഡ്രോയിങ്സ് ആണെന്ന് നമുക്ക് തന്നെ പേയ്മെന്റ് സൈഡിൽ എഴുതിയാൽ മതി. ഡ്രോയിങ്സ് എന്ന് പറയുന്ന പേയ്മെന്റ് ആണല്ലോ. പേയ്മെന്റ് സൈഡിൽ എഴുതിയാൽ മതി. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു ഷോർട്ട് കട്ടാണ്. കോൺട്ര എൻട്രീസ് പോസ്റ്റ് ചെയ്യാനുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഷോർട്ട് കട്ടാണ്. ഇങ്ങനെയൊന്നും ബുദ്ധിമുട്ടാതെ കോൺട്ര എൻട്രി പോസ്റ്റ് ചെയ്യാനുള്ള ഒരു ഷോർട്ട് കട്ടിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പറയുന്നത്. ഓക്കെ, ഷോർട്ട് കട്ടിനെ കുറിച്ചാണ് നിങ്ങൾക്ക് പറയുന്നത്. നോക്കാം. ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക്. ഓക്കെ, ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക് നമ്മൾ എഴുതുന്നത് എന്താണ്? കയ്യിലുള്ള പൈസ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുക. ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക് കയ്യിലുള്ള പൈസ ബാങ്കിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുക. ഓക്കെ, എവിടെയാണ് നമ്മൾ ആദ്യം എഴുതുന്നത്? ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക്. പൈസ പോയതാണ് അല്ലെ? പൈസ പോയതാണ്. എങ്ങോട്ട് പോയതാണ്? ബാങ്കിലേക്ക് പൈസ പോയതാണ്. ഓക്കെ, ഓക്കെ, നോക്കുക. ഇതാണ് പോസ്റ്റ് ചെയ്തത്. നമ്മള് ഇവിടെയാണ് എഴുതിയത്. ഒന്ന് ഇവിടെയാണ്. ഓക്കെ, അതായത് ഡെബിറ്റ് സൈഡിൽ ബാങ്കിലും ക്രെഡിറ്റ് സൈഡിൽ ക്യാഷിലുമാണ് എഴുതിയത് അല്ലെ? ഡെബിറ്റ് സൈഡിൽ ബാങ്കിലും ക്രെഡിറ്റ് സൈഡിൽ ക്യാഷിലുമാണ് എഴുതിയത്. നമുക്കതിനെ ഇങ്ങനെയാണ്. ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക് നമ്മൾ പോസ്റ്റ് ചെയ്തത് ഡെബിറ്റ് സൈഡിന്റെ. ഡെബിറ്റ് സൈഡാണല്ലോ ഫസ്റ്റ് സൈഡ്. ഇതാണ് ഫസ്റ്റ് സൈഡ്. ഇതാണ് അക്കൗണ്ട്. ഓക്കെ, ഓക്കെ, ഇത് ഡെബിറ്റ് സൈഡില് ബാങ്ക് കോളത്തിലും ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് കോളത്തിലുമാണ് എഴുതിയത്. അപ്പൊ ഇങ്ങനെ പഠിക്കുക. DBC എന്ന് പഠിക്കുക. ഓക്കെ, അടുത്തത്. അപ്പൊ ബാങ്ക് കോളത്തിൽ എഴുതുമ്പോ ഇവിടെ ക്യാഷ് എന്നാണ് എഴുതേണ്ടത്. ക്യാഷ് കോളത്തിൽ എഴുതുമ്പോ ഇവിടെ ബാങ്ക് എന്നാണ്. ബാങ്ക് കോളത്തിന് നേരെ ബാങ്ക്, ക്യാഷ് കോളത്തിന് നേരെ ക്യാഷ് ഒന്നും എഴുതില്ല. നിങ്ങൾക്ക് അറിയാലോ. അപ്പോ ഇവിടെ ബാങ്കിലും ബാങ്കിൽ എഴുതുമ്പോൾ നിങ്ങൾ ക്യാഷിന് എഴുതിക്കുള്ള, ഇവിടെ ക്യാഷിന് എഴുതുമ്പോൾ ബാങ്ക് എഴുതിക്കുള്ള. ഇത് പഠിച്ചോളൂ. DBC, ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക്. ഡെബിറ്റ് സൈഡിൽ ബാങ്ക് കോളത്തിലും ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് കോളത്തിലുമാണ് എഴുതുന്നത്. ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക് ഡെബിറ്റ് സൈഡിൽ ബാങ്ക് കോളത്തിലും ക്രെഡിറ്റ് സൈഡിൽ ക്യാഷ് കോളത്തിലുമാണ് എഴുതുന്നത്. അതുപോലെ വിഡ്രോ ഫ്രം ബാങ്ക് CB ആണ്. എന്ന് പറഞ്ഞാൽ വിഡ്രോ ഫ്രം ബാങ്ക് ഡെബിറ്റ് കോളത്തിൽ എഴുതേണ്ടത് ക്യാഷിലും ക്രെഡിറ്റ് കോളത്തിൽ എഴുതേണ്ടത് ബാങ്കിലുമാണ്. വിഡ്രോ ഫ്രം ബാങ്ക് ഡെബിറ്റ് കോളത്തിൽ എഴുതേണ്ടത് ക്യാഷിലും
ക്രെഡിറ്റ് കോളത്തിൽ എഴുതേണ്ടത് ബാങ്കിലുമാണ്. ഒന്നും ചിന്തിക്കേണ്ട, വളരെ സിമ്പിൾ ആണ്. ഓക്കെ, ഇത് മാത്രം പഠിച്ചാൽ മതി. ഡെയിലി ബീഫ് ചില്ലി എന്ന് പഠിക്കുക, വീക്ക്ലി ചിക്കൻ ബിരിയാണി എന്ന് പഠിക്കുക. DBC ഓർ WCB എന്ന് പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഡെയിലി എന്താണ് ബീഫ് ചില്ലി എന്ന് പഠിക്കുക. ബീഫ് ചില്ലിയാണ്. വീക്ക്ലി ചിക്കൻ ബിരിയാണി എന്ന് പഠിക്കുക. ഷോർട്ട് കട്ട് ആണ്. ഡെയിലി ബീഫ് ചില്ലി എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക് ആദ്യം ബാങ്ക് കോളത്തിലും പിന്നെ ക്യാഷ് കോളത്തിലുമാണ് എഴുതേണ്ടത്. വിഡ്രോ ഫ്രം ബാങ്ക് ആദ്യം ക്യാഷ് കോളത്തിലും പിന്നെ ബാങ്ക് കോളത്തിലുമാണ് എഴുതേണ്ടത്. നോക്കാം, ഈ ഷോർട്ട് കട്ട് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. നോക്കാം ഒന്ന്. നമുക്ക് ഈ ബീഫ് ചില്ലി ചിക്കൻ ബിരിയാണി ഒക്കെ ഉപയോഗിച്ചിട്ട് ഇതൊന്ന് പോസ്റ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക് 3000. DBC ആണ്. ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക് ഇതാണ്. BC ആണ് പോസ്റ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് BC. അപ്പോ ആദ്യം ബാങ്ക് കോളത്തിലും പിന്നെ ക്യാഷ് കോളത്തിലും എഴുതണം. ആദ്യം ബാങ്ക് കോളത്തിലും ഡെപ്പോസിറ്റ് ആണെങ്കിൽ ആദ്യം ബാങ്ക് കോളത്തിലും പിന്നെ ക്യാഷ് കോളത്തിലും എഴുതും. ഇത് ക്യാഷ് കോളം ബാങ്ക് കോളത്തിലെ. ഓക്കെ, ആദ്യം ബാങ്ക് കോളത്തിൽ എഴുതുക. ആദ്യം ബാങ്ക് കോളത്തിൽ 3000 എഴുതുക. ഓക്കെ, പിന്നെ ക്യാഷ് കോളത്തിൽ എഴുതുക. അത് 3000. ഓക്കെ, ഇവിടെ ബാങ്ക് കോളത്തിൽ അല്ലേ എഴുതിയത് അല്ലെ? അതുകൊണ്ട് നേരെ ഇവിടെ ബാങ്ക് ക്യാഷ് ആണ്. ഇവിടെ ക്യാഷ് കോളത്തിലല്ലേ ഉള്ളത്? നമുക്ക് ബാങ്ക് കോൺട്രാ പോസ്റ്റ്. വളരെ സിമ്പിളാണ്. ഒന്നുകൂടി ഞാൻ കാണിക്കാം. ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക് 3000 പോസ്റ്റ് ചെയ്യാണ്. ഡെപ്പോസിറ്റ് ഇൻ ബാങ്ക് BC ആണ്. BC എന്ന് പറഞ്ഞാൽ ബാങ്ക് കോളത്തിലും ക്യാഷ് കോളത്തിലും എഴുതാനാണ്. ബാങ്ക് കോളത്തിലും ക്യാഷ് കോളത്തിലും എഴുതുക എന്നുള്ളതാണ് ബാങ്ക് ആൻഡ് ക്യാഷ്. ഓക്കെ, അപ്പോ ഒന്നുകൂടി ഇത് പോസ്റ്റ് ചെയ്യാണ്. ആദ്യം ബാങ്ക് കോളത്തിൽ നമ്മൾ എഴുതി 3000 അല്ലെ, പിന്നെ നമ്മൾ ക്യാഷ് കോളത്തിൽ എഴുതി 3000. ഓക്കെ, ഇത് ബാങ്ക് കോളത്തിലായതുകൊണ്ട് ഇവിടെ ക്യാഷ് എഴുതാം. ഇത് ക്യാഷ് കോളത്തിലായതുകൊണ്ട് ഇതിനെ ബാങ്കിൽ എഴുതി പോസ്റ്റ്. ഓക്കെ, സിമ്പിൾ. ഓക്കെ, ഒരു ബുദ്ധിമുട്ടില്ല. അതുപോലെ തന്നെ വിഡ്രോ ഫ്രം ബാങ്ക് ക്യാഷ് ചിക്കൻ ബിരിയാണി അല്ലെ, വീക്ക്ലി ചിക്കൻ ബിരിയാണി, ഡെയിലി ബീഫ് ചില്ലി. ഓക്കെ, വീക്ക്ലി ആണ്, വിഡ്രോ ഫ്രം ബാങ്ക് ആണ്, ചിക്കൻ ബിരിയാണി ആണ്, CB ആണ്. അപ്പൊ ആദ്യം ക്യാഷിൽ എഴുതുക. ഫസ്റ്റത്തിൽ ക്യാഷിൽ എഴുതുക. ക്യാഷിൽ 7000 എഴുതുക. ഓക്കെ, പിന്നെ ബാങ്കിൽ എഴുതുക. 7000 ബാങ്കിൽ എഴുതുക. ഓക്കെ, ബാങ്കിൽ എഴുതുക. 7000 എഴുതുക. എന്നിട്ട് ഇത് ഇവിടെ ക്യാഷിലാണല്ലോ, അതുകൊണ്ട് ഇവിടെ ബാങ്കിൽ എഴുതുക. ഇവിടെ ബാങ്കിലാണല്ലോ ഉള്ളത്, അതുകൊണ്ട് ക്യാഷ്. വെരി സിമ്പിൾ, വളരെ സിമ്പിളാണ്. ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് പോസ്റ്റ് ചെയ്തെടുക്കാം. ഷോർട്ട് കട്ടാണ്. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ആദ്യം എന്താണ്, എങ്ങനെയാണ് പോസ്റ്റ് ചെയ്യുന്നതൊക്കെ പഠിക്കുക. പഠിച്ചതിന് ശേഷം എക്സാമിന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രം, പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടി മാത്രം എന്ത് ഉപയോഗിക്കുക, ഷോർട്ട് കട്ട് ഉപയോഗിക്കുക. ഒന്നും കൂടി നോക്കാം. ഓപ്പൺ ബാങ്ക് അക്കൗണ്ട്. ഓപ്പൺ ബാങ്ക് അക്കൗണ്ട് 2000. ഓപ്പൺ ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുന്നത് ഡെപ്പോസിറ്റ് ആണെന്ന് പറഞ്ഞു. ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടാണ്, അല്ലാതെ കപ്പിപ്പാൽ ഉപയോഗിച്ചിട്ടല്ല ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. ബാങ്കിലേക്ക് ഒരു പൈസ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ്. അപ്പൊ ഇതാണ് DBC ആണ്. 2000. അപ്പോ ബിയിൽ എഴുതുക 2000, ബിയിൽ 2000 എഴുതി, സിയിൽ 2000 എഴുതി. ഓക്കെ, ഇത് ബാങ്ക് ആയതുകൊണ്ട് ഇവിടെ ക്യാഷിന് എഴുതി. ഇത് ക്യാഷിലായതുകൊണ്ട് ഇവിടെ ബാങ്ക് എഴുതി. കോൺട്രയാണ് എന്ന് നമ്മൾ രേഖപ്പെടുത്തി വെച്ചു. നമ്മളെ പ്രോബ്ലം കഴിഞ്ഞു. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഷോർട്ട് കട്ട് ഉപയോഗിച്ചിട്ട് ജനറൽ എൻട്രി ചെയ്യുക. വളരെ സിമ്പിൾ ആണ്. ഡെപ്പോസിറ്റ് ഇൻ ബാങ്കിന്റെ ആദ്യത്തെ ബാങ്ക് കോളത്തിലാണ് എമൗണ്ട് വേണ്ടത്, പിന്നെ ക്യാഷ് കോളത്തിലാണ് എമൗണ്ട് വേണ്ടത്, ക്രെഡിറ്റ് സൈഡിൽ. വിഡ്രോ ഫ്രം ബാങ്കിന്റെ ഡെബിറ്റ് സൈഡിൽ ക്യാഷ് കോളത്തിലാണ് എമൗണ്ട് വേണ്ടത്, ക്രെഡിറ്റ് സൈഡിൽ ബാങ്ക് കോളത്തിലാണ് എമൗണ്ട് വേണ്ടത്. എമൗണ്ടുകളാണല്ലോ നമ്മൾ പ്രോസസ്സിംഗ് എടുക്കുന്നത്, എമൗണ്ടിന്റെ ആണല്ലോ ബാലൻസിംഗ്. അപ്പൊ കറക്റ്റ് ആയിട്ട് വരും. ഒരു കാര്യം നിങ്ങൾ നോക്കാം. ഇവിടെ ബാങ്ക് കോളത്തിലാണെങ്കിൽ ഇവിടെ ക്യാഷ് ആണ് എഴുതുന്നത്, ഇവിടെ ക്യാഷ് കോളത്തിലാണെങ്കിൽ ഇവിടെ ബാങ്ക് എന്നാണ് എഴുതുന്നത്. ഓക്കെ, 100% യൂസ് ചെയ്യാൻ പറ്റുന്ന ഷോർട്ട് കട്ടാണ്. ഒരു പ്രോബ്ലം പോലും തെറ്റിക്കാതെ ചെയ്യാൻ പറ്റുന്ന, എറർ ചാൻസ് 0 ആയിട്ടുള്ള ഷോർട്ട് കട്ടാണ്. സാധാരണ ഷോർട്ട് കട്ട് ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് എറേഴ്സ് വരാം. ഈ ഷോർട്ട് കട്ടിന് എറേഴ്സ് ഉണ്ടാവുകയില്ല. 100% ഉപയോഗിക്കാൻ പറ്റുന്ന ഷോർട്ട് കട്ടാണ്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ചെയ്ത് തെറ്റിക്കുന്ന ഒരു ഏരിയയാണ് കോൺട്ര പോസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്. കോൺട്ര പോസ്റ്റ് ചെയ്യാൻ ഇനി ചെയ്ത് തെറ്റിക്കേണ്ട കാര്യമില്ല. ഈ ബീഫ് ചില്ലിയെയും ചിക്കൻ ബിരിയാണിയെയും നിങ്ങൾ
ബൈഹാർട്ട് ചെയ്ത് പഠിക്കുക. ദിവസവും ബീഫ് ചില്ലി കഴിക്കാം, ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ചിക്കൻ ബിരിയാണി കഴിക്കാവൂ എന്ന് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഡെയിലി ബീഫ് ചില്ലി, വീക്ക്ലി ചിക്കൻ ബിരിയാണി എന്ന് പഠിക്കുക. നിങ്ങൾ എന്ത് ചെയ്യുക? കോൺട്രാ പോസ്റ്റ് ചെയ്യുക. ഓക്കെ, ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കാണാം, നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. സാധാരണയായിട്ട് ക്യാഷ് ബുക്ക് പറയുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ട് വരുന്ന ഒരു ഏരിയ ആണ് നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പഠിച്ചിട്ടുള്ളത്. ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്ത വീഡിയോ നിങ്ങൾ കമ്പൽസറി ആയിട്ട് കാണാം. ഈ വീഡിയോ നിങ്ങൾ തുടക്കം മുതൽ എന്താണ് ഇതിന്റെ ആക്ഷൻ, എന്താണ് ഇതിന്റെ അവസ്ഥ എന്ന് നിങ്ങൾ ആദ്യത്തെ ഏരിയയിൽ പഠിക്കുക. അതിനുശേഷം നിങ്ങൾ ഷോർട്ട് കട്ടും പഠിക്കാം. പിന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ എന്തായാലും നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.